ഇങ്ങെടുത്താനെ വലത്താനെ വലത്താനെ. ആ കുട്ടിശങ്കര, നീ ഒന്നും പേടിക്കണ്ട, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. അടങ്ങി ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാക്കിയിട്ട് പോകുള്ളൂ. ജയറാമേട്ടൻ രണ്ട് കൂടെ. ആ ഇത് അമ്മാവന്റെ ആനയാണോ? ഇല്ല, ഞാൻ പെട്ടിക്കടയിൽ നിന്ന് മേടിച്ചത്. ഇപ്പൊ പിഷാരടി, ഞാനും ജയറാമേട്ടനൊക്കെ ആന ഉള്ള കുടുംബം, തറവാട്ടുള്ള ആൾക്കാരെ ഞങ്ങള്. പിന്നെ പാരമ്പര്യമായിട്ട് ആന ഇതായിട്ടുള്ള അല്ലേ ജയറാമേട്ടാ? ഓ അപ്പൊ നന്നായിട്ട് അവനെ ഉത്സവപ്പുറമേന്ന് അങ്ങനെ കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇല്ലില്ല, ഇവൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് ജയറാമേട്ടാ. ഇത് ഏതാന? ഇത് കുട്ടിശങ്കരൻ. കുട്ടിശങ്കരൻ അതല്ലേ? എന്റെ 5 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ എനിക്ക് സമ്മാനിച്ചാണ്. അന്ന് കുഞ്ഞായിരുന്നു അവൻ. പിന്നെ തീറ്റ കൊടുത്തതിന് വളർത്തി വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കി. എനിക്ക് കണ്ണൻ എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു. ആ കണ്ണൻ, എനിക്കറിയാം. എന്റെ മോൻ ജനിച്ച സമയത്ത് അങ്ങനെ പേരിട്ട്. ശരിക്കും ഇവൻ അരിക്കൊമ്പന്റെ ബന്ധുവാണ്. അല്ലേ? അരിക്കൊമ്പന്റെ ബന്ധു. ഏത്? ഇപ്പൊ കാട്ടിലെ അരിക്കൊമ്പനാ? ആ ശരിക്കും പറഞ്ഞാൽ അരിക്കൊമ്പന് ജയറാമേട്ടനൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. ശരിക്കും അരിക്കൊമ്പന് ഞാനുമായിട്ട് ബന്ധോ? അതെന്താ? അതായത് ഈ നിങ്ങൾ രണ്ടുപേരും തമിഴ്നാടും കേരളമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കും അല്ലേ? അപ്പൊ ഇവന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവന് അച്ഛനെ കാണണം ജയറാമേട്ട. അരിക്കൊമ്പൻ എന്തും വന്ന് അമ്മനെ കണ്ടുകൊണ്ടുമില്ല, നമ്മുടെ കുടുംബത്ത് വന്ന് പോകുന്നുണ്ട്. അതല്ല ഇവന്റെ ഒരു പ്രശ്നം, ഇപ്പൊ അച്ഛനെ കാണണം എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അരിക്കൊമ്പൻ ഞാൻ എന്ത് ചെയ്യാനാണ്? ജയറാമേട്ടന് ഏതാ എന്നെ കണ്ടാലും തിരിച്ചറിയാല. അതൊക്കെ അറിയാം. ഏകദേശം കേരളത്തിലൊരു 10 450 460 ആനകളുള്ളിൽ ഒരു 100 ആനയെ നന്നായിട്ട് തിരിച്ചറിയാം. അപ്പൊ ഇവന്റെ അച്ഛനൊന്ന് ചേട്ടൻ കണ്ടുപിടിച്ചു കൊടുക്കണം. അല്ല, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കാട്ടിലാനയല്ലേ? കാട്ടിലാനയുടെ അച്ഛനെ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാനുണ്ട്. നാട്ടിലുള്ള ആനയാണെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാം. അത് എന്നെ കൊണ്ട് പറ്റില്ല. ജയറാമേട്ടൻ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഒരുപാട് ചെലവ് തന്നെ ഉണ്ട് നമ്മുടെ. അതെ, ആനയാണെങ്കിൽ ചെലവ് വരും. ആനയാണെങ്കിൽ ഒരു ദിവസം എങ്ങനെ പോയാലും കേരളത്തിൽ ഒരു ആനയെ പരിപാലിക്കണമെങ്കിൽ 4000 രൂപ തൊട്ട് 5000 രൂപ വരും ഒരു ദിവസത്തെ. ആനപ്പാപ്പന്മാരുടെ ചെലവ്, ആനയുടെ തീറ്റ, അത് ചെലവ് വരും. അല്ലാതെ ചെലവില്ല. ചെലവെന്ന് അറിയാതെയാണ് അമ്മാവന് ആനയും മേടിച്ചോണ്ട് വന്നത്. അല്ല വിഷു, എങ്ങനെയെങ്കിലും ഒരു സാമ്പത്തികമായ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ല, ഇപ്പൊ ഇനി അച്ഛനെ കണ്ടുപിടിച്ചു തരാൻ അതൊന്നും എന്നോട് പറയരുത്. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം. കാരണം ഈ കോവിഡ് സമയത്തൊക്കെ കേരളത്തില് ആളുകളൊക്കെ ആനയുമായിട്ട് ബന്ധപ്പെട്ട് ആന മുതലാളിമാരും അല്ലെങ്കിൽ പാപ്പന്മാരും അല്ലെങ്കിൽ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുന്ന ബാക്കി ആനയുമായിട്ട് ബന്ധപ്പെട്ട് ആന പുറം കയറുന്നവരും എല്ലാവരും വളരെ കഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു വലിയതല്ലെങ്കിലും അല്ല, കരയണ്ട. അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാനൊരു ആനയെ ഒരു 10 25 30 വർഷം വളർത്തിയ ആളാണ്. അല്ല, വിഷമിക്കേണ്ട കാര്യമില്ല. നിനക്ക് അറിയണ്ട, എല്ലാം ശരിയാക്കി. ജയറാമേട്ടൻ അവിടെ ഇരിക്കുന്നത്. അല്ല, സാമ്പത്തികമായിട്ട് ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. മതി ജയറാമേട്ടൻ. എന്തായാലും ജയറാമേട്ടൻ എങ്ങനെ വന്നാലും ഞാൻ ജയറാമേട്ടൻ ഒരു 1 ലക്ഷം രൂപ കൊടുക്കേട്ടാ. പറ്റും. ശരി, തരും. പെന്നും ഇതൊന്നും കൊണ്ടുവരും. അനീഷ, ചെക്കും പെന്നും ഒക്കെ ഒന്ന് കൊടുത്തേ ജയറാമേട്ടന്റെ. ജയറാമേട്ടാ, എനിക്ക് ഈ പേപ്പറിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒപ്പിട്ട് തന്നെ. അതെന്തിനാ? വേറൊന്നുമല്ല, ഇത് പിന്നെ ഇപ്പൊ ഈ പൈസ എവിടെ നിന്ന് വന്നു എന്താ ഇതൊക്കെ ചിലപ്പം പിന്നീട് കാണിക്കേണ്ടി വരും. അപ്പൊ ജയറാമേട്ടൻ ഒരു സംഭാവന എനിക്ക് തന്നതായിട്ട് ചെറിയ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം. സാരമില്ല, നല്ല കാര്യത്തിനല്ലേ. എവിടെ ഒപ്പിട്ടുണ്ട്? ഇവിടെ ഇട്ടോ. ഓക്കേ. ഹലോ, ഇതെന്താ എന്റെ തന്നിട്ട് പോകുന്നു? ഇത് എന്റെ തന്നിട്ട് പോകുന്നു. കച്ചവടമാണ്. എന്ത് കച്ചവടം? എനിക്കിപ്പോ ഞാൻ അന്ന ചേട്ടന് തന്നു എന്നുള്ള തെളിവും 2 സംഭവം മുദ്രപത്രത്തിൽ ചേട്ടൻ ഒപ്പിട്ട് തന്ന്. ഇതെങ്ങനെ തലേന്ന് ഒഴിവാക്കണമെന്നുള്ളത് ഞാൻ ആലോചിച്ചിരിക്കുന്നു. സംഭവം തന്നിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഹലോ,